So next one, it's variables in Python. So actually variables are containers. Variables are used for storing data. സപ്പോസ് നമുക്കൊരു പ്രോഗ്രാമിൽ ചില വാല്യൂസ് യൂസ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ നമുക്ക് ആ വാല്യൂ ഇങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനെ വാല്യൂ എഴുതുന്നതിന് പകരം അതൊരു വേരിയബിളിൽ നമുക്ക് അതിൻ്റെ വാല്യൂ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ആ കോഡിൽ എവിടെ വേണമെങ്കിൽ ആ വേരിയബിൾ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതാണ് നമ്മൾ വേരിയബിൾ യൂസ് ചെയ്യുന്നത്. മെയിൻലി നമുക്കൊരു വാല്യൂ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വേരിയബിൾ യൂസ് ചെയ്യുന്നത്. സോ അപ്പോൾ ഇപ്പോൾ നമ്മളിപ്പോൾ മറ്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എടുക്കുകയാണെങ്കിൽ നമുക്ക് വേരിയബിൾ ആദ്യം ഡിക്ലെയർ ചെയ്യുന്ന കാണാം. അതായത് ഈ വേരിയബിൾ ഒരു ഇൻറ്റീജർ ടൈപ്പാണ്, അല്ലെങ്കിൽ വേരിയബിൾ ഒരു സ്ട്രിങ് ആണ്, അങ്ങനെയൊക്കെ ഡിക്ലെയർ ചെയ്യുന്ന നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. പക്ഷേ പൈത്തൻ്റെ കേസിൽ വേരിയബിൾ അങ്ങനെ ഡിക്ലെയർ ചെയ്യേണ്ട ആവശ്യമില്ല. പൈത്തണിലൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ വാല്യൂ നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കണം. അതായത് എക്സ് is equal to 5 എന്ന് പറഞ്ഞാൽ അതൊരു ഇൻറ്റീജർ വേരിയബിളാണ് എക്സ് എന്ന് പറയുന്നത്. വൈ is equal to ജോൺ എന്ന് വെച്ചാൽ വൈ എന്ന് പറയുന്നത് ഒരു സ്ട്രിങ് വേരിയബിളാണ്. അതായത് ഇവിടെ എങ്ങനെ ഒരു ടൈപ്പ് മനസ്സിലാവുക എന്ന് വെച്ചാൽ, അതായത് ആ വേരിയബിളിൽ നമ്മൾ വാല്യൂ അസൈൻ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ഇൻറ്റീജർ വാല്യൂ ആണെങ്കിൽ അതൊരു ഇൻറ്റീജർ ടൈപ്പ് ആയിരിക്കും. ഒരു സ്ട്രിങ് വാല്യൂ ആണ് ആഡ് ചെയ്യുന്നതെങ്കിൽ അസൈൻ ചെയ്യുന്നതെങ്കിൽ അതൊരു സ്ട്രിങ് ടൈപ്പ് ആയിരിക്കും ഉണ്ടാവുന്നത്. ഇപ്പോൾ സപ്പോസ് നമുക്കിപ്പോൾ പറഞ്ഞു പൈത്തണിൽ നമ്മൾ ടൈപ്പ് പറയേണ്ട ആവശ്യമില്ല. അതെന്താണ് അസൈൻ ചെയ്തത് ആ ടൈപ്പായിരിക്കും ആ വേരിയബിളിന് ഉണ്ടാവുക. ഇപ്പോൾ സപ്പോസ് നമുക്ക് വേണമെങ്കിൽ നമുക്ക് സ്പെസിഫൈ ചെയ്യാം ഏത് ടൈപ്പ് ഓഫ് ഏത് ഡാറ്റ ടൈപ്പാണെന്നുള്ളത്. നമുക്ക് എക്സ് ഈക്വൽ ടു സ്ട്രിങ് ആണെങ്കിൽ str of 3 എന്ന് എഴുതിയാൽ അതൊരു സ്ട്രിങ് ആയിരിക്കും. ഇൻറ്റ് ഓഫ് 3 അതൊരു ഇൻറ്റിജർ ആയിരിക്കും. ഫ്ലോട്ട് ഓഫ് നമ്മൾ 3.0 അതായത് അതൊരു ഫ്ലോട്ട് ആയിരിക്കും. അതായത് നമുക്ക് വേണമെങ്കിൽ സ്പെസിഫൈ ചെയ്യാം ഡാറ്റ ടൈപ്പ് ഇതാണെന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ സ്പെസിഫൈ ചെയ്യാം. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. ഇനിയിപ്പോൾ സപ്പോസ് നമ്മൾ ഒരു വേരിയബിളിൻ്റെ ടൈപ്പ് നമുക്ക് കണ്ടുപിടിക്കണം. ടൈപ്പ് നമുക്ക് പ്രിൻറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് ടൈപ്പ് ഓഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. ടൈപ്പ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതി എന്തുകൊണ്ട് നമുക്ക് അതിൻ്റെ ടൈപ്പ് ഇൻറ്റിജറിന് പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. വൈ is equal to ജോൺ എന്ന് പറയുന്ന ഒരു സ്ട്രിങ് ആയതുകൊണ്ട് അതിൻ്റെ ടൈപ്പ് പ്രിൻറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്ട്രിങ് എന്നൊക്കെ കിട്ടും. അതേപോലെ തന്നെ ചിലവർക്കുള്ള സംശയമാണ് ഈ സ്ട്രിങ് ഡിക്ലെയർ ചെയ്യാൻ സാധിക്കും. സ്ട്രിങ് വാല്യൂ ഒരു വേരിയബിളിലേക്ക് അസൈൻ ചെയ്യുമ്പോൾ നമ്മൾ സിംഗിൾ കോട്ട് ഇടണോ ഡബിൾ കോട്ട് ഇടണോ? സിംഗിൾ കോട്ട് ഇട്ടാലും സെയിം ആണ്, ഡബിൾ കോട്ട് ഇട്ടാലും സെയിം ആണ്. അതുപോലെ തന്നെ പൈത്തൻ്റെ കേസിൽ ഈ വേരിയബിൾസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് കേസ് സെൻസിറ്റീവ് ആണ്. കേസ് സെൻസിറ്റീവ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ സ്മോൾ ലെറ്റർ a is equal to 4 എന്ന് എഴുതി, ക്യാപിറ്റൽ ലെറ്റർ a is equal to കാർ എന്ന് എഴുതി. അത് രണ്ട് ഡിഫറെൻറ്റ് വേരിയബിളായിട്ടാണ് കണക്കാക്കുക. സെയിം വേരിയബിളായിട്ട് അത് തമ്മിൽ ഓവർ റൈഡ് ചെയ്യില്ല. അത് രണ്ടും ഡിഫറെൻറ്റ് വേരിയബിളായിട്ടായിരിക്കും കണക്കാക്കുക. ഇനി എങ്ങനെയാണ് ഒരു വേരിയബിളിന് നെയിം നമ്മൾ അസൈൻ ചെയ്യുക? എങ്ങനെയാണ് എൻ്റെ നെയിമിംഗ് റൂള്? വേണമെങ്കിൽ വേരിയബിളിന് നമുക്ക് ഷോർട്ടായിട്ട് എക്സ് വൈ എന്നൊക്കെ പറയുന്ന രീതിയിൽ വേരിയബിളിന് പേര് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടി റീഡർ ഫ്രണ്ട്ലി ആയിട്ട് ഇപ്പോൾ ഒരാളെ നെയിമാണെന്ന് എഴുതുന്നെങ്കിൽ ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം എന്നൊക്കെ പറഞ്ഞ് കുറച്ചും കൂടി ഡിസ്ക്രിപ്റ്റീവായിട്ട് നമുക്ക് കൊടുക്കാം. പക്ഷേ അവിടെ കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ ഒന്നിക്കൽ സ്റ്റാർട്ട്സ് വിത്ത് എ ലെറ്റർ അല്ലെങ്കിൽ അണ്ടർസ്കോർ. ഒരിക്കലും ഒരു നമ്പർ വെച്ചിട്ട് വേരിയബിൾ നെയിം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പാടില്ല. അതായത് ആൽഫ ന്യൂമറിക് അല്ലെങ്കിൽ അണ്ടർസ്കോറേ ഉണ്ടാവാൻ പാടുള്ളൂ. അതായത് ക്യാപിറ്റൽ A to Z അല്ലെങ്കിൽ A to Z. 0 അല്ലെങ്കിൽ 9 ഒരിക്കലും വെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പാടില്ല. അത് ഇൻ ബിറ്റ്വീൻ വരാം അണ്ടർസ്കോർ. അതുപോലെ തന്നെ നമ്മളിപ്പം പൈത്തണിൽ ഒരുപാട് കീവേഡ്സ് ഉണ്ട്. അതായത് ഇൻറ്റ് ഫ്ലോട്ട് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കീവേഡ്സ് ഉണ്ട്. ആ കീവേഡ്സ് ഒന്നും വേരിയബിൾസിൻ്റെ പേരായിട്ട് കൊടുത്താൽ അത് എറർ വരുന്നതായിരിക്കും. അതുപോലെ തന്നെ വേരിയബിൾ നമുക്ക് എങ്ങനെ ഡിക്ലെയർ ചെയ്യാം? ഒന്നിക്ക് നമുക്ക് താഴെയായിട്ട് എക്സ് is equal to 5, വൈ is equal to 6 അങ്ങനെ താഴെയായി ഡിക്ലെയർ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഒറ്റ ലൈനിൽ ഡിക്ലെയർ ചെയ്യാം. അപ്പോൾ ചിലപ്പോൾ രണ്ട് മൂന്ന് വേരിയബിൾസിന് സെയിം വാല്യൂ ആയിരിക്കും. നമുക്ക് എക്സ് is equal to വൈ is equal to സെഡ് is equal to ചെയ്യുന്നത് നമുക്ക് അത്രയും സ്പേസ് ഇതാക്കി കുറച്ചും കൂടി കാണാൻ ഭംഗിയുള്ള രീതിയിൽ എഴുതാൻ വേണ്ടിയിട്ടാണ് ഒരേ ലൈനിൽ എഴുതുന്നത്. അതുപോലെ തന്നെ ഇനി ഔട്ട്പുട്ട് പ്രിൻറ്റ് ചെയ്യുന്ന കേസിൽ ഇപ്പോൾ എക്സ് is equal to a അത് നമുക്ക് പ്രിൻറ്റ് ചെയ്യാൻ പ്രിൻറ്റ് ഓഫ് എക്സ് എന്ന് എഴുതാം. ഒരു എക്സ് is equal to b, വൈ is equal to b, സെഡ് is equal to d എന്നുള്ളത് നമുക്ക് പ്രിൻറ്റ് ചെയ്യാൻ ഒന്നിക്കൽ എക്സ് വൈ സെഡ് എന്ന് എഴുതിയാൽ നമുക്ക് എ ബി ഡി എന്ന് തന്നെയാണ് വരിക. ഈ എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് എന്ന് എഴുതിയാലും അതും എ ബി ഡി എന്നാണ് സ്ട്രിങ്ങിൻ്റെ കേസിൽ പ്രിൻ്റ് ആവുക. അതായത് അത് കോൺകാറ്റിനേറ്റ് ചെയ്യുന്നു. ഇതിങ്ങനെ എഴുതിയാലും സ്ട്രിങ്ങിൻ്റെ കേസ് സെയിമാണ്. പക്ഷേ നമ്മളിതൊരു ഇൻറ്റിജറിലേക്ക് വരികയാണെങ്കിൽ, മാത്തമാറ്റിക്കൽ ഇൻറ്റിജേഴ്സിൻ്റെ കേസിൽ വരികയാണെങ്കിൽ അതൊരു മാത്തമാറ്റിക്കൽ പ്ലസ് ഓപ്പറേറ്ററായിട്ടും വർക്ക് ചെയ്യാം. നമുക്ക് 15 ആണ് കിട്ടുക. അപ്പോൾ അവിടെ വരുന്ന ഒരു കോംപ്ലിക്കേഷൻ, ഇപ്പോൾ എക്സ് is equal to 5 എന്ന് പറയുന്നൊരു ഇൻറ്റീജറാണ്, വൈ is equal to ജോൺ എന്ന് പറഞ്ഞ സ്ട്രിങ് ആണ്. ഇങ്ങനെ എഴുതിയാൽ ഒരു ഇൻറ്റീജറും സ്ട്രിങ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അത് എററായിരിക്കും വരിക. പക്ഷേ ഇത് കോമിട്ട് എഴുതിയാൽ നമുക്ക് 5 ജോൺ എന്ന് കിട്ടും. നെക്സ്റ്റ് പറയുന്നത് വാട്ട് ഈസ് എ ഗ്ലോബൽ വേരിയബിൾ. ഗ്ലോബൽ വേരിയബിൾ എന്ന് പറയുമ്പം നമ്മൾ പഠിക്കും ഫങ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ പൈത്തണിൽ നമുക്ക് ഫംഗ്ഷൻ എഴുതി ഫംഗ്ഷൻ്റെ ഉള്ളൊരു കാര്യം എഴുതി ആ ഫംഗ്ഷൻ നമ്മൾ കോൾ ചെയ്താലായിരിക്കും അത് എക്സിക്യൂട്ട് ചെയ്യുക.
അപ്പോൾ നമ്മൾ ഈ ഫംഗ്ഷൻ്റെ പുറത്ത് ഡിക്ലെയർ ചെയ്യുന്ന വേരിയബിൾസിനാണ് ഗ്ലോബൽ വേരിയബിൾ എന്ന് പറയാം. അത് നമുക്ക് ഫംഗ്ഷൻ്റെ അകത്തും യൂസ് ചെയ്യാം, ഫംഗ്ഷന് പുറത്തും യൂസ് ചെയ്യാം, എവിടെ വേണേലും യൂസ് ചെയ്യാം. പക്ഷേ ഫംഗ്ഷന് അകത്ത് ഡിക്ലെയർ ചെയ്യുന്ന വേരിയബിൾസാണ് ലോക്കൽ വേരിയബിൾസ്. ഈ ലോക്കൽ വേരിയബിൾസ് നമുക്ക് ഫംഗ്ഷനകത്ത് മാത്രമേ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റൂ. അതിനെപ്പറ്റി കൂടുതലായിട്ട് പഠിക്കും. അതുപോലെ തന്നെ നമുക്കൊരു വേരിയബിൾ, ഗ്ലോബൽ വേരിയബിൾ നമുക്ക് ഇൻസൈഡ് ഫംഗ്ഷൻ നമുക്ക് ഡിക്ലെയർ ചെയ്യണമെങ്കിൽ ഗ്ലോബൽ എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്തിട്ട് മാത്രമേ ഒരു ഗ്ലോബൽ വേരിയബിൾ നമുക്ക് ഇൻസൈഡ് ഡിക്ലെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഇത്രയാണ് വേരിയബിൾസിനെ പറ്റിയിട്ടുള്ള തിയറി പാർട്ട്. ഇത് വെച്ചിട്ട് പ്രോബ്ലംസാണ് ഇനി ചെയ്യേണ്ടത്.